വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ ഹക്ക നൂഡിൽസ്. ഇതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് 6 കപ്പ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യും. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു പാക്കറ്റ് വെജ് ഹക്ക നൂഡിൽസ് ആണ് ആഡ് ചെയ്യാൻ പോണേ. ഇതൊരു 80% കുക്കായാൽ മതി. അതൊരു 5-6 മിനിറ്റ് എടുക്കും. ഇത് കൂടുതൽ കുക്ക് ചെയ്താൽ കുഴഞ്ഞു പോകും നമ്മുടെ നൂഡിൽസ്. ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് ചെയ്യാം. ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ എടുത്തിട്ട് 2 മുട്ട കുറച്ച് ഉപ്പിട്ട് അടിച്ചിട്ട് ഒഴിക്കുക. എന്നിട്ട് അത് സ്ക്രാമ്പിൾ ചെയ്യാം. ഇത് സ്ക്രാമ്പിൾ ആവുമ്പോഴത്തേക്ക് നമ്മൾ ഈ മുട്ട വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഇട്ടിട്ട് ഒരു ബ്രസ്റ്റ് പീസ് നമ്മൾ സോൾട്ട് ആൻഡ് കുറച്ച് പെപ്പർ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ ഒരു പാത്രത്തിലേക്ക് അതും മാറ്റി വയ്ക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ നൂഡിൽസ് ഒരു 80% ആയിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തിട്ട് ഇതിലെ വെള്ളം കളഞ്ഞ് ഇതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കും. എന്നിട്ട് ഒരു ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ഇത് സ്റ്റിക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഒരു കടായി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് അണിയൻ്റെ വെള്ള ഭാഗം ഇട്ടിട്ട് സോത്തേ ചെയ്യുക. അതാവുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസ് ഇതിലേക്ക് ഇടുക. നമ്മൾ ബീൻസ്, ക്യാരറ്റ്, റെഡ് ആൻഡ് ഗ്രീൻ ക്യാപ്സിക്കം ആൻഡ് സവോളയാണ് എടുത്തിരിക്കുന്നത്. വേറെ വെജിറ്റബിൾസ് ക്യാബേജോ വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ചെയ്യാൻ പറ്റും. ഇത് കുട്ടികൾക്കും അഡൾട്ട്സിനും ഇഷ്ടമാവുന്ന ഒരു നല്ലൊരു ഡിഷാണ്. ഇത് മീൽ പ്രെപ്പിനും ഉപയോഗമാണ്. നമുക്ക് ഒരു സൺഡേ കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വേഗമാവുന്ന ഒരു ഡിഷാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത നൂഡിൽസും സ്ക്രാമ്പിൾഡ് എഗ്സും കുക്ക് ചിക്കനും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ്, ഒരു ടീസ്പൂൺ വിനീഗർ ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യുക. സോൾട്ട് ഇനിയും വേണമെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈ സ്റ്റേജിൽ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മളൊരു 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ സെസമി ഓയിൽ ഓർ നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്യും. അതൊരു നല്ല ടേസ്റ്റും ഫ്ലേവറും എൻഹാൻസ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ സ്പ്രിംഗ് അണിയൻ്റെ ഗ്രീൻ ഭാഗം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യുക. നമ്മുടെ ഡിഷ് റെഡിയാണ്. ഇത് നമുക്ക് ഗോബി മഞ്ചൂരിയൻ്റെ കൂടെയോ ചിക്കൻ മഞ്ചൂരിയൻ്റെ കൂടെയോ ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട് വളരെ സ്വാദുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.